ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക് ബീച്ചിൻ്റെ മേഘാലയ സോളോ ട്രിപ്പിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. സോളോ ട്രിപ്പാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേഘാലയയിലെ യാത്രകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഷില്ലോങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ രാജസ്ഥാനിൽ നിന്നുള്ള ലോറിയിലുള്ള കമൽ ബ്രോയും പിന്നെ ഹേംരാജ് ബ്രോയും ഉണ്ട്. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് പുള്ളിക്കാരൻ തുണിയൊക്കെ കഴുകി ഹേംരാജ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചു. ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റി. നല്ല സ്ഥലമുണ്ട് ഇവിടെ. രാജസ്ഥാനി ധാബയും റെസ്റ്റോറൻറ്റൊക്കെ കിട്ടും. അപ്പോൾ അവിടെയൊക്കെയാണ് ഇവർ മിക്കവാറും തമ്പടിക്കുന്നത്. അപ്പോൾ ഞാനും കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി, അടിപൊളിയായി, നല്ല അടിപൊളിയായി. ഇന്നലത്തെ ദിവസം കുളിച്ചിട്ടില്ല, പിന്നെ ഞാൻ വെള്ളച്ചാട്ടത്തിൽ ചാടി കുളിച്ചതാണ്. അപ്പോൾ അടിപൊളിയായി. ഇപ്പോൾ നല്ല വെയിലായി കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നില്ലേ, ഇപ്പോൾ വെയിലായി. ഇനി നേരെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. രാജസ്ഥാനി ഹോട്ടൽ അല്ലെങ്കിൽ ധാബയുടെ ഉള്ളിലാണ്. കമൽ ബ്രോ ഉറക്കമാണ് ലോറിയിൽ. ഞാനും ഹേംരാജ് ബ്രോയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി ഷില്ലോങ്ങിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. കമൽ ബ്രോ ഉറക്കമാണ്. ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ചപ്പാത്തിയും सेव टमाटर എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ മുളകുണ്ട്, ഇതുണ്ട്. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ യാത്ര തിരിച്ചു. ഇനി നേരെ ഷില്ലോങ്ങിലേക്കാണ്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഷില്ലോങ്ങിലേക്ക്. നമുക്ക് ഡയറക്റ്റ് കയറി പോകാൻ പറ്റില്ല, ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. പോകുന്ന വഴിക്ക് നമുക്ക് ഉമിയൻ ലേക്കിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനും പറ്റും. ഗൈസ്, അങ്ങനെ എൻ്റെ മേഘാലയ സോളോ ട്രിപ്പ് കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് ഞാൻ മേഘാലയയിലാണുള്ളത്. അപ്പോൾ ഇന്നത്തോടെ ഞാനതാ മേഘാലയയിൽ നിന്ന് തിരിച്ച് ആസാമിലേക്ക് പോവാണ്. മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്തോട് വിട പറയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മേഘാലയ വരുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വെൽക്കമിങ് ആയിരുന്നു. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു നാട് തന്നെയാണ് കേട്ടോ മേഘാലയ. ഗായ്സ്, ഇതാണ് കേട്ടോ ഉമിയൻ ലേക്ക്. നമ്മൾ പോയപ്പോൾ കണ്ടത്. ഞാൻ ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോയത്, ഷില്ലോങ്ങിലേക്കുള്ള വഴി. കണ്ടില്ലേ, ലേക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഷില്ലോങ്ങൊക്കെ പാസ് ചെയ്തിപ്പോൾ ഗുവാഹട്ടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘാലയയിലെ ആ ഒരു തനതായ തണുപ്പൊക്കെ ഇപ്പോൾ മാറി ഒരു നോർമൽ ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഒരു ചൂടൊക്കെ ഇപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു കാഴ്ച നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. വൈകുന്നേരത്തെ ആ ഒരു സൺസെറ്റ്, ആ ഒരു സമയവും ഫുള്ള് മലനിരകളും നല്ല ഹൈവേയും നല്ല റോഡുകളും നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സംസ്ഥാനമാണ് കേട്ടോ മേഘാലയ. ആദ്യമായിട്ട് മേഘാലയയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് വന്ന എനിക്ക് കൗതുകം നിറഞ്ഞ കാഴ്ചകളായിരുന്നു. അതിരാവിലെ 4:30-ക്ക് നേരം വെളുക്കുന്നതും വൈകുന്നേരം 5 മണിക്ക് നേരം ഇരുട്ടുന്നതൊക്കെ. അതുമാത്രമല്ല, പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളായ വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും മഞ്ഞും മഴയും തണുപ്പും ഐസ് മഴയും അങ്ങനെയുള്ള കാര്യങ്ങളും എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല മനുഷ്യരെ എനിക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ചു. എനിക്ക് ലിഫ്റ്റ് തന്നിട്ടായാലും, എനിക്ക് കിടക്കാനൊരിടം തന്നിട്ടായാലും, ഭക്ഷണം തന്നിട്ടായാലും ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ദൂരത്തിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന എന്നെ അവർ ഒരു ഗസ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്തു. ഈ യാത്രയിൽ 35-ലധികം ആൾക്കാർ എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാവരുടെയും വീഡിയോസ് ഒന്നും വിടാതെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർമ്മ എന്നും ഉണ്ടാവും. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ അടുത്ത ദിവസമാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ കമൽ ബ്രോയുടെയും ഹേംരാജ് ബ്രോയുടെയും ലോഡ് ഇവിടെ കൊണ്ടുവന്ന് ഗുവാഹട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നില്ലേ ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, ലോറി മൊത്തത്തിൽ ഹൈഡ്രോളിക് പ്രസ്സിൽ ലിഫ്റ്റ് ചെയ്ത് അൺലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽസ് ഫില്ല് ചെയ്തത് അൺലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ. കണ്ടോ, ലോറിയുടെ മാത്രം വെയിറ്റ് 14 ടണ്ണ്. അതിനകത്തുള്ള ലോഡിൻ്റെ വെയിറ്റ് 35 ടണ്ണ്. ടോട്ടൽ 49 ടണ്ണ്. ഓൾമോസ്റ്റ് 50 ടണ്ണുള്ള ലോറിയും ലോഡുമാണ് ഇതാ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ അടുത്ത മെറ്റീരിയൽ ലോഡ് ചെയ്തിട്ട് നേരെ സിലിഗുരിയിലേക്ക്, വെസ്റ്റ് ബംഗാളിലുള്ള സിലിഗുരിയിലേക്കുള്ള യാത്രയാണ് ഇനി അടുത്ത്. കണ്ട കഴിച്ച ഒരു ലോറി ഉണ്ട്, ഇത്രയും പൊക്കത്തിലും പൊക്കി നിർത്തിയിരിക്കുകയാണ്. കാണിച്ചു തരാം. എന്താ ലോറി നിൽക്കുന്ന നിപ്പുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 50 ടണ്ണ് വെയിറ്റുള്ള ലോറി നിൽക്കുന്ന നിപ്പാണ്. ഫുള്ള് തട്ടി താഴെ ഇറങ്ങിയിട്ടുണ്ട്.
എല്ലാം കഴിഞ്ഞു ഇതാ താഴെ ഇറക്കുന്നുണ്ട്. അങ്ങനെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് പകൽ സമയം മൊത്തം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഈവനിങ് യാത്ര തുടർന്നു. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഹെവി മഴ പെയ്യാൻ തുടങ്ങി. ഹെവി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഇവിടെ പെയ്യുന്നത്. ഇപ്പോൾ ആസാമിലെ ഗുവാഹട്ടിയിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലേക്കുള്ള യാത്രയാണ്. ഇനി 450 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. ഇന്നത്തെ ദിവസം നൈറ്റ് ഫുള്ള് ട്രാവൽ ചെയ്താലേ നാളെ പുലർച്ചയോടെ സിലിഗുരിയിലേക്ക് എത്തുള്ളൂ. അവിടെ നിന്നുമാണ് കമലിനും ഹേംരാജിനും അടുത്ത ലോഡ് ഇറക്കേണ്ടതും ഫില്ല് ചെയ്യേണ്ടതും. ഐസ് മഴ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എത്രത്തോളം കിട്ടുന്നുണ്ടെന്നറിയില്ല. അത്യാവശ്യം നല്ല ചെറിയ ചെറിയ ഉരുളം കല്ലുകളായിട്ട് ഐസ് ഇങ്ങനെ വീഴുന്നുണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആസാമിലൂടെയാണ് കേട്ടോ. ആസാമിലെ അതായത് നമ്മൾ ഇന്നലെ ഗുവാഹട്ടിയിൽ നിന്ന് ഇന്നലെ രാത്രി തിരിച്ചു. ഇപ്പോൾ ആസാമിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാനല്ല, നമ്മളെല്ലാവരും. കമലുണ്ട്, പിന്നെ ഹേംരാജ് ഉറക്കമാണ്. അതായത് ഞാനിപ്പോൾ പോകുന്നത് മേഘാലയയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി ഞാൻ അടുത്ത് ഡാർജിലിങ്ങിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിലെ, അതായത് ഇന്ത്യയിലെ തന്നെ നോർത്തേൺ മോസ്റ്റ് സ്ഥലമായിട്ടുള്ള ഡാർജിലിംഗ്, സിക്കിം ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, മേഘാലയയിലെ ഈ റോയൽ സ്റ്റാഗിൻ്റെ വിസ്കി അവിടെ 470 രൂപയായിരുന്നു കേട്ടോ. ഇവിടെ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ കയറിയപ്പോൾ കണ്ടില്ലേ 750 രൂപ, 750 ml ബില്ലടക്കം ഉണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. എന്താ അല്ലേ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. നമ്മൾ ആസാമിൽ നിന്ന്, അതായത് ഗുവാഹട്ടിയിൽ നിന്ന് സിലിഗുരിയിലേക്കുള്ള വഴിയിലാണിപ്പോൾ. ഇപ്പോൾ രാജസ്ഥാനിൽ ധാബയിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. വണ്ടി ലോറി അവിടെ കിടപ്പുണ്ട്. കമലും ഹേംരാജും ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കുളിച്ചു. ഇവിടെ കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എൻ്റെ തുണിയൊക്കെ ഞാൻ ഇവിടെ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. ഇവിടെ നിന്ന് കുളിച്ച് ഈ ഡ്രസ്സടക്കം ഞാൻ കഴുകിയിട്ടിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ട് വീണ്ടും ഇതിന് എടുത്തിട്ടതാണ്. കാരണം എനിക്ക് 1-2 ഷർട്ടുകളൊക്കെ പഴയതുണ്ടായിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അത് ഞാൻ യൂസ് ചെയ്തതൊക്കെ ഞാൻ കളഞ്ഞു. തീരെ അങ്ങ് പഴയതാണ്. മേഘാലയയിൽ നിന്ന് പുറത്ത് വന്നേ പിന്നെ നല്ല ചൂടുണ്ട്, ഇവിടെ നല്ല ഹീറ്റുണ്ട്. രാജസ്ഥാനി ധാബുകളിലൊക്കെ ഇതുപോലെ വഴിയിൽ ലോറി ഡ്രൈവേഴ്സിനൊക്കെ ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കുളിച്ചതാണ്. കമലതാവുണ്ട്. അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കഴിക്കണം. വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിക്കാൻ തന്നെ ഭയങ്കര ഹീറ്റാണ് കേസ്. ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡാർജിലിങ്ങിലേക്ക് പോകണോ അതോ തിരിച്ച് നാട്ടിലേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സിലിഗുരിയിൽ എത്തിയിട്ട് തീരുമാനിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ പുറത്ത് ഇവിടെ നമ്മുടെ കമൽ ബ്രോയും ഹേംരാജ് ബ്രോയും അകത്ത് ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ ഒരു ചേച്ചി വന്നിട്ട് എന്നെ വിളിച്ചു. ആദ്യം എന്താണ് പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി മഹാകാളിയുടെ പ്രസാദമുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ, ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പ്രസാദം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ അകത്ത് പോയി പ്രസാദം പോലെ അകത്ത് വീഡിയോ ഒന്നും എടുക്കുക, വെടി എടുക്കണേ ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ലേഡീസും കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം അങ്ങനെ പ്രസാദം, നമ്മുടെ ചോറ് പോലത്തെ പ്രസാദവും പിന്നെ പായസം പോലത്തെ 1-2 സാധനങ്ങളും കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവരുടെ അടുത്ത് കുറച്ചേരം സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങി കേട്ടോ. ഒരുപാട് നേരം അവരുടെ അടുത്ത് ഇരുന്നാലും എനിക്കും ഹിന്ദിയൊന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ രസമായിരുന്നു, കൊള്ളാം. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമാണ്. പിന്നെ ഹേംരാജ് ബ്രോയും കമൽ ബ്രോയും വന്നാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ ഉണ്ട് സിലിഗുരിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവരുടെ അടുത്ത് ടാറ്റ പറയും. ഗൈസ്, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എടുക്കാറായി. ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇവരോട് റെസ്റ്റ് എടുക്കുകയാണ് പെട്രോൾ പമ്പിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ അടുത്ത് വിട പറയുകയാണ്. ഇനി അടുത്ത് എനിക്ക് ഇവിടെ നിന്ന് കുളിച്ചിട്ട് പെട്രോൾ പമ്പിൽ തന്നെ കയറി കുളിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് ഹൈവേയിലൂടെ സിലിഗുരി, ഇവിടെ നിന്നൊരു 15 കിലോമീറ്ററാണ്, അവിടേക്ക് പോകണം. അവിടെ നിന്ന് പിന്നെ നേരെ ഡാർജിലിംഗ്. അപ്പോൾ എന്തായാലും കമൽ ബ്രോ എടുത്ത് ഹേംരാജ് ബ്രോ എടുത്ത് എന്തായാലും ഇവിടെ പറയുകയാണ്. ബൈ കമൽ ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ടൈം കം ടു കേരള. ഓക്കെ, ഡെഫിനറ്റ്ലി കം ടു കേരള, മൈ പ്ലേസ്, മൈ ഹോം. ഓക്കെ, ഹേംരാജ് ബൈ. ഓക്കെ, ഹായ്. ഗൈസ്, ഇവിടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ.
കഴിഞ്ഞ 3 ദിവസം കമലിൻ്റെയും ഹെംറാജിൻ്റെയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അവരുടെ അടുത്ത് വിട പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് 12:30 നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. ഇവിടെ നിന്നും ഒരു 20 കിലോമീറ്റർ ഉണ്ട് സിലിഗുരിയിലേക്ക്. അവിടെ നിന്നൊരു 10-65 കിലോമീറ്റർ ഉണ്ട് ഡാർജിലിങ്ങിലേക്ക്. ഞാനിനി അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ ഞാനിവിടെ ലിഫ്റ്റ് അടിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, എനിക്കൊരു പയ്യ ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വണ്ടി എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. കുറേ നേരം കാണിച്ചിട്ട് നിർത്താതെ ആ പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്നു. आपका नाम क्या है? मेरा नाम राजू राम है. രാജു റാം. ഓക്കെ ഓക്കെ ഓക്കെ. രാജസ്ഥാനിലുള്ള പുള്ളിക്കാരനാട്ടെ എനിക്ക് ലിഫ്റ്റ് തന്നത്. ഓ നല്ല ചൂടുണ്ട്. ആരും അങ്ങനെ കുറേ നേരം കൈയാണിച്ച് ലിഫ്റ്റ് തന്നില്ല. എല്ലാവരും ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഹൈവേ കൂടെ. അവസാനം പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്നു. നല്ല മനുഷ്യൻ. രാജസ്ഥാനി പീപ്പിൾ അങ്ങനെയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. രാജസ്ഥാനിലുള്ള എല്ലാ ആൾക്കാരും മറ്റുള്ളവരെ സഹായിക്കും. ഇതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ യാത്രയിൽ. ഇതാണ് ബംഗ്ലാദേശിലൊക്കെയുള്ള വഴി. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡറാണ്. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ വളരെ അടുത്താണ്. അങ്ങോട്ടേക്ക് നമുക്കിനി പോയിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഗൈസ്, സിലിഗുരി ടൗണിൽ തന്നെയുള്ള ന്യൂ ജയ്പൽഗുരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാനിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ലിഫ്റ്റ് അടിച്ചെത്തിയിട്ട് 20 രൂപ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഓട്ടോയിൽ പോകുന്നത്. ഇനി അടുത്ത് ഒന്നെങ്കിൽ ഡാർജിലിംഗ് അല്ലെങ്കിൽ തിരുവനന്തപുരം. ഗൈസ്, ഞാൻ എൻ്റെ ഡാർജിലിംഗിൽ പോകുന്ന പ്ലാൻ എന്തായാലും സ്കിപ്പ് ചെയ്തു. ഇനി നേരെ തിരിച്ച് നാട്ടിലേക്കുള്ള പരിപാടിയിലാണ്. കാരണം ഡാർജിലിങ്ങിലേക്ക് പോകണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പിന്നെ പോകണ്ടെന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തോന്നി. അപ്പോൾ ഇവിടെ നിന്ന് ന്യൂ ജൽപൈഗുരി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നും 2 ദിവസം എടുത്തിട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോവാണ്. ഗൈസ്, ഇപ്പോൾ ഞാനുള്ളത് വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപൈഗുരി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും വിവേക് എക്സ്പ്രസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്ലീപ്പർ ക്ലാസ്സൊക്കെ ആയിരിക്കുന്നു. പക്ഷേ സ്ലീപ്പർ അല്ല, സെക്കൻഡ് ക്ലാസ്സാണ്, ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്. കണ്ടില്ലേ? ഇവിടെയൊക്കെ അത്യാവശ്യം ജൽപൈഗുരി. ഹായ് കേരള. ഇപ്പോൾ കണ്ടില്ലേ, സെക്കൻഡ് ക്ലാസ്സിൽ ഇപ്പോൾ കയറിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ തിരക്കൊന്നുമില്ല. സീറ്റൊക്കെ കിട്ടിയത് ആ സീറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പയ്യാനൊക്കെ മലയാളിയാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്ന അവർ 2 മലയാളീസാണ്. ഓ മലയാളി ഹേ. അപ്പോൾ കണ്ടില്ലേ, വിവേക് എക്സ്പ്രസ്സിലാണ് അടുത്ത 2 ദിവസം ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇനി ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാത്രി 9-9:30 അവിടെ ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് എത്തും, വീട്ടിലെത്തും. അപ്പോൾ പ്ലാൻ പെട്ടെന്ന് മാറി. ഡാർജിലിംഗ് പോകാമെന്ന് വെച്ചിട്ട് പ്ലാൻ പെട്ടെന്ന് മാറി നാട്ടിലേക്ക് തിരിച്ചു. സെക്കൻഡ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്തു. ഒരു 620 രൂപ ആയിട്ടുള്ളൂ. ന്യൂ ജബൽപൂരിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രം വരയ്ക്കും. ഹായ് ഗായ്സ്, നമ്മൾ ആസാമിൽ നിന്ന് വരുന്ന വഴിക്ക് പരിചയപ്പെട്ട മച്ചാനാണ് കേട്ടോ. അവരുടെ പേര് പറയൂ. എൻ്റെ പേര് ജിഷ്ണു എന്നാണ് കേട്ടോ പേര്. ആള് മിലിറ്ററിക്കാരനാണ്, പാരാമിലിറ്ററിയിലെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ഇവർ 2 പേരുണ്ടായിരുന്നു, ജിഷ്ണു വിഘ്നേഷും അല്ലേ. പുള്ളിക്കാരൻ വിഘ്നേഷ് ഇപ്പോൾ പാലക്കാട് ഇറങ്ങി, ജിഷ്ണു തൃശ്ശൂർ ഇറങ്ങും. അപ്പോൾ ഇത്രയും നേരമായിട്ട് എനിക്കിവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളികളായിട്ട് കമ്പനിയിൽ. അപ്പോൾ എന്തായാലും നമ്മളിനി എപ്പോൾ കാണുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പുള്ളിയുടെ വീഡിയോ കൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളിയാട്ടോ, കണ്ടതിൽ സന്തോഷം. സേഫ് ജേർണി. ഇനിയും കാണാം എവിടെയെങ്കിലുമൊക്കെ വെച്ചോട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.